മധ്യ തിരുവിതാംകൂറിലെ സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്രേഡായ എ ഗ്രേഡ് ലഭിച്ച ഏക കോളേജാണ് രാമപുരം മാർ അഗസ്തീനസ് കോളേജ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ സ്വാശ്രയ കോളേജ് മേഖലയിലെ വളരെ നൂതനമായ കോഴ്സുകളാണ് ഈ കോളേജ് സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. പരമ്പരാഗതമായ കോഴ്സുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പലതുമുള്ളപ്പോൾ 1995 ഉണ്ടായ ഈ സ്ഥാപനത്തിലൂടെ ലഭ്യമാകുന്ന കോഴ്സുകളെന്ന് പറയുന്നത് വളരെ നൂതനമായ ആധുനികമായ കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ 10,000-കണക്കിന് കുട്ടികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അതിമിടുക്കരായി സമ്പന്നരായി ശോഭിക്കുന്നു എന്ന് പറയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവയ്ക്കുകയാണ്. രാമപുരത്തിന് ഒരു നല്ല പാരമ്പര്യമുണ്ട്, കുഞ്ഞച്ചൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, സാംസ്കാരിക പൈതൃകമുണ്ട്. അത്തരത്തിൽ രാമപുരത്തിൻ്റെ തിലകക്കുറിയായി ശോഭിക്കുന്ന ഒരു കലാലയമാണ് നമ്മുടെ ഈ കലാലയം. ഈ കലാലയത്തിലേക്ക് ആദ്യമേ തന്നെ ഈ വർഷം പാസ്സായി വരുന്ന +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ഈ വ്യത്യസ്തമായ കോഴ്സുകളിലേക്ക് ചേരുന്നതിന് വളരെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഒരു പ്രിൻസിപ്പൽ എന്ന തലത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ടാകുന്ന സമസ്ത മേഖലയിലും ഈ സ്ഥാപനം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 110ഓളം യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഈ സ്ഥാപനത്തിൽ ലഭ്യമായി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ അക്കാദമിക മികവിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ കലാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അച്ചടക്കത്തോടെ കുട്ടികളെ വളർത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നല്ല അക്കാദമിക മികവ് ഈ സ്ഥാപനത്തിനുണ്ട് എന്ന് പറയുന്നതും വളരെ സന്തോഷം നൽകുന്നു. നമ്മൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഈ സ്ഥാപനത്തിന് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് പറയുന്നത് നല്ലൊരു മാനേജ്മെൻറ്റ് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ മാനേജർ പെരിയ ബഹുമാനപ്പെട്ട ബർക്കവാൻസ് കുന്നുംപുറം അച്ഛനെക്കുറിച്ചുള്ള ഒരു വാക്ക് പറയാതിരിക്കാനും പറ്റില്ല. പാലാ രൂപതയിലെ വിദ്യാഭ്യാസ ഏജൻസിയായ പാലാ കോർപ്പറേറ്റിൻ്റെ തലപ്പത്തിരുന്ന് ശോഭിച്ച വ്യക്തിത്വമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റാണ് വിദ്യാഭ്യാസ ഏജൻസിയാണ് പാലാ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. വളരെ ഭംഗിയായി 170ഓളം കലാലയങ്ങളെ നിയന്ത്രിച്ച വ്യക്തിത്വമാണ്. അതിലെല്ലാം ഉപരിയായി ഒരു +2 പ്രിൻസിപ്പൽ എന്ന നിലയിൽ ശോഭിച്ച വ്യക്തിത്വമാണ്. അതിലെല്ലാം ഉപരിയായി ഒരു ആധ്യാത്മിക ഗുരുവും കൂടെയാണ്. ഭരണങ്ങാനം ഷ്രൈൻ്റെ എല്ലാം ചുമതലയുണ്ടായിരുന്നു. അത്തരത്തിൽ പ്രത്യേകിച്ചും രാമപുരവുമായി നല്ല ബന്ധം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ഈ കോളേജിൽ തന്നെ ഹോസ്റ്റലിൻ്റെ ചാർജ് ഉള്ള പുരോഹിതനായിരുന്നു. അത്തരത്തിലെല്ലാം മികവുറ്റ ഒരു നേതൃത്വം നൽകുന്ന ഒരു മാനേജ്മെൻറ്റ് ഇവിടെയുണ്ട്. അതിനോടൊപ്പം ആ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ 2 വൈസ് പ്രിൻസിപ്പൽമാർ ഉണ്ട്. ഒന്ന് ആലഞ്ചേരി അച്ഛനാണ്. ആലഞ്ചേരി അച്ഛനെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. പാലാ രൂപതയിൽ പല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച ആളാണ്. ഈ സ്ഥാപനത്തിൽ തന്നെ 14 കൊല്ലം വൈസ് പ്രിൻസിപ്പലായിരുന്നു. KCVMൻ്റെ ചുമതല 8 കൊല്ലത്തിലും ഉണ്ടായിരുന്നു. ശാസ്ത്രപഥത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. പാലാ രൂപതയുടെ PRO ആയി തിളങ്ങുന്നയാളാണ്. അത്തരത്തിലെല്ലാം വൈവിധ്യമാർന്ന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായ ആലഞ്ചേരി അച്ഛനാണ് ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പൽ. അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന സിജി മിസ് വൈസ് പ്രിൻസിപ്പലാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി ചെയ്യുന്ന ഒരു മിസ്സാണ് സിജി മിസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനോടൊപ്പം രാജീവ് കൊച്ചുപറമ്പിൽ, നമ്മൾക്കറിയാം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ പ്രസിഡൻ്റായി ശോഭിക്കുന്ന, എവിടെയാണെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വളരെ മിടുക്കനായ വ്യക്തിത്വമായ രാജീവ് കൊച്ചുപറമ്പിലാണ് ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുമ്പോഴുള്ള ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഇതിൻ്റെ ഭരണശ്രേണിയിലെ പ്രകാശ് സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കലാലയത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ഈ കലാലയത്തിലെ ഏറ്റവും സീനിയറായ അധ്യാപകനായി ശോഭിക്കുകയും ചെയ്യുന്നയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രകാശ് സാറിൻ്റെ എല്ലാ സാമീപ്യം കൊണ്ട് ഈ കലാലയത്തിൻ്റെ മാനേജ്മെൻറ്റ് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ അധ്യാപകർ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള പരിചയമുള്ള അധ്യാപകരാണ് ഈ കലാലയത്തിലുള്ളത്. അവരെല്ലാം ഈ സ്ഥാപനത്തെ വളരെ സ്നേഹത്തോടെ കാണുകയും ഈ സ്ഥാപനത്തിന് അത്രമാത്രം കൂറുള്ള ഒരു അധ്യാപക വൃന്ദമാണ് നമ്മൾക്കുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അനധ്യാപകരും. അവരെല്ലാം ഈ നാട്ടുകാരാണ്. ഈ സ്ഥാപനത്തെ 25 കൊല്ലമായി സേവിക്കുന്ന 30 കൊല്ലമായി സേവിക്കുന്ന അനധ്യാപകർ നിറഞ്ഞ ഒരു കലാലയമാണ്. അത്തരത്തിൽ ഒരു നല്ല മാനേജ്മെൻറ്റ് ഈ കലാലയത്തിനുണ്ട് എന്ന് പറയുമ്പോഴുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാം ഈ കോളേജ് 110 റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാലയമാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നതും നമ്മൾ സന്തോഷത്തിലെ കാണാം. ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നാക്ക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും ഒരു വിദൂര സ്വപ്നമാണ്. അത്തരത്തിൽ ഈ സ്ഥാപനം എ ഗ്രേഡ് ലഭിച്ചെന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ എ ഗ്രേഡ് ലഭിച്ച ഏക സ്ഥാപനം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ മാത്രമേ ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾക്ക് ഓർക്കാൻ പറ്റുകയുള്ളൂ. ആ തരത്തിലെല്ലാം തന്നെ
സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാമപുരത്തിന് തിലകക്കുറിയാണ് ഈ സ്ഥാപനമെന്ന് ഓർമ്മപ്പെടുത്തുവാനൂടെ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഈ കലാലയം സമൂഹത്തിൽ നൽകപ്പെടുന്ന കോഴ്സുകൾ ഏതെല്ലാമാണെന്നൂടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാമല്ലോ, ഇന്ന് വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ കുടിയേറുകയാണ്. പല പല കാരണങ്ങൾ അതിനുണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ +2 കഴിഞ്ഞിട്ട് പോലും നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന പങ്കുവയ്ക്കാനുള്ള അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നമ്മൾക്കറിയാം, +2 കഴിഞ്ഞ് 17 വയസ്സേ ആകുന്നുള്ളൂ. 17 വയസ്സിരുന്ന ഒരു വിദ്യാർത്ഥി വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു, സഹോദരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. വൈകാരിക പക്വത നേടുന്നതിന് മുമ്പ് അവർ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവിടെ ചെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പല അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു ഡിഗ്രിയെങ്കിലും കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് നമുക്ക് വെക്കാം. അതിനുള്ള സാഹചര്യമാണെങ്കിൽ അവർ ഡിഗ്രിയെങ്കിലും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ വിദേശത്ത് ലഭ്യമാകുന്ന കോഴ്സുകൾ തന്നെയാണ് ഈ കലാലയം സമൂഹത്തിന് നൽകുന്നത് എന്ന് നിങ്ങളെ ആദ്യമായി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ 1-2 വിഷയങ്ങൾ നമ്മുടെ കോഴ്സുകളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. പൊതുവേ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്, എന്നാൽ പോലും എല്ലാ വിഷയത്തിലും +2 പഠിച്ചവർക്ക് ചേരാൻ പറ്റുന്ന BBA ഉണ്ട്. ആ BBAയുടെ കൂട്ടത്തിൽ ഏവിയേഷൻ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾക്കറിയാം, വിമാനത്താവളങ്ങളിലൊക്കെ ജോലി കിട്ടുന്നതിന് വേണ്ടി അഡീഷണലായി പിന്നെ പോയി സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്കുന്നതാണ് ഏവിയേഷനെങ്കിൽ ഈ കോളേജ് തന്നെ അത് കുട്ടികൾക്ക് സംഭാവന ചെയ്യുന്നു. അതുപോലെ BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തി ഉള്ള കോഴ്സ് എല്ലാ കാലത്തും പ്രസക്തമാണ്. ഈ കലാലയം ആദ്യഘട്ടം പോലെ തന്നെ BCA കോഴ്സിന് വളരെ പ്രസക്തമായ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്, BSc ഇലക്ട്രോണിക്സ്. അതും ഈ സ്ഥാപനം നല്ലൊരു പാരമ്പര്യം അതിനകത്തുണ്ട്. എവർക്കും നമ്മൾക്കറിയാമല്ലോ, കാലഘട്ടമെല്ലാം മാറി AI-യിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം മാറുന്നു. ദ്രുതഗതിയിൽ ലോകം മാറുകയാണ്. വിദ്യാഭ്യാസ മേഖലയും അതുപോലെ ദ്രുതഗതിയിൽ മാറുന്നു. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുള്ള കോഴ്സുകളെ തുടങ്ങി വെക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾക്കറിയാം, ബയോടെക്നോളജിയുമായി ഡിഗ്രി കോഴ്സുണ്ട്. അതും നല്ല പാരമ്പര്യം ഈ സ്ഥാപനത്തിനുണ്ട് എന്ന് അറിയിക്കുന്നു. അതിനോടൊപ്പം ഇംഗ്ലീഷ്, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെല്ലുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണമെന്ന് നമ്മൾക്കറിയാം. ആ കോഴ്സും ഭംഗിയായി സ്ഥാപനത്തിൽ ഡിഗ്രി തലത്തിൽ പോകുന്നുണ്ട്. മറ്റൊന്ന് BCom ബന്ധപ്പെടുത്തി 3 BCom കോർപ്പറേഷൻ ഉണ്ട്, ഫിനാൻസ് ആൻഡ് ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് ടാക്സുമായി ബന്ധപ്പെടുത്തിയ കോഴ്സ് 3 BCom കോഴ്സുകൾ ഇവിടെ ലഭ്യമാകുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അതിലേക്കൊക്കെയുള്ള വിദ്യാർത്ഥികളെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഈ സ്ഥാപനം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ BSW സോഷ്യൽ വർക്കുമായി ബന്ധപ്പെടുത്തി നാട്ടിലും വിദേശത്തുമെല്ലാം ജോലി ലഭ്യമാകുവാൻ സാധിക്കുന്ന സോഷ്യൽ വർക്കുമായി ബന്ധപ്പെടുത്തിയുള്ള കോഴ്സും ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ PG തലത്തിലുമുള്ള കോഴ്സുകൾ ഉണ്ട് എന്നും നിങ്ങളെ അറിയിക്കുകയാണ്. MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, MSc ഇലക്ട്രോണിക്സ് ഉണ്ട്, MSc ബയോടെക്നോളജി ഉണ്ട്, MCom ഉണ്ട്, MSW ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഉണ്ട്, MA HRM ഉണ്ട്, MA ഇംഗ്ലീഷ് ഉണ്ട്. ഇവയെല്ലാം ഈ കലാലയം നമ്മുടെ സമൂഹത്തിൽ നൽകപ്പെടുന്ന സംഭാവനകളാണ്. പ്രത്യേകിച്ചും നമ്മുടെ യുവജനത വഴിതെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ, അത് പ്രത്യേകിച്ചും നമ്മൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ 100% ആത്മാർത്ഥമായും ഉറപ്പോടുകൂടിയും നമ്മൾക്ക് ഈ കലാലയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ സാധിക്കും. അച്ചടക്കത്തുള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്. അതിന് എല്ലാവിധ ഉറപ്പും നൽകുവാനും സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും എല്ലാം ഈ കലാലയത്തെ സ്നേഹിക്കുന്നതിനും പ്രിയ വിദ്യാർത്ഥികളെ, കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.